ഞാൻ എന്തായാലും 7 മണിക്ക് എത്തിയതായിരുന്നു. പക്ഷെ ആ സമയത്ത് ഓടന്നു. ഹായോ അമിഗോസ് ഓൺ സ്ക്രീൻ, ദിസ് ഈസ് വിക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ഓഡിഷൻ ഉണ്ട്. അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ അവരുടെ ഓഡിഷനാണ്. അത് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചാണ്. ലൊക്കേഷൻ കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോണ വഴിയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ വിജില്, അജുപ്പാൻ, പിന്നെ വേറൊരാളും കൂടി ഉണ്ട്. അതായത് നമ്മുടെ അക്കിമർ ഷോപ്പിലുള്ള അങ്ങനെ വെച്ച് സൗഹൃദം ഉണ്ടാക്കിയ വേറൊരാൾ, റോഷൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനും കൂടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിജിലിനെ ഞാനിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിജിലപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 6:28, 6:08 ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്താമെന്നുള്ള പ്ലാനിലാണ്. വിജിൽ ഏകദേശം ആ ടൈമിൽ അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അജുബാൻ ആ ടൈമിൽ എത്താമെന്ന് പറഞ്ഞാണ്. പക്ഷേ അവന് ഇപ്പോൾ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവന് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർത്തിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആകും. ഒരു കാര്യം ഞങ്ങളോട് പൊക്കോ അവരൊരു 10 മണിയൊക്കെ ആകുമ്പോൾ എത്തിയേക്കാമെന്ന് പറഞ്ഞു. ആക്ച്വലി 2 ഓഡിഷൻസ് ഉണ്ട് ഇന്ന്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് ഒരെണ്ണം അറ്റൻഡ് ചെയ്തിട്ട് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ഒന്ന് കലൂരാണ്. അപ്പോൾ അവിടെയും കൂടി പോയിട്ട് അറ്റൻഡ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നേരത്തെ ഇറങ്ങി. ഇൻ കേസ് അവിടെ എല്ലാം നേരത്തെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി പോയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാന്നുള്ള പ്ലാനില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അങ്ങോട്ട് പോട്ടെ. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഇതാണ് റോഷൻ കേട്ടോ. ഞാൻ റോഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് റോഷൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഫോമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ജോക്കർ ഷോറീൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ വന്നേക്കണേ. അവിടെ ഇപ്പോൾ ഫോമൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഫില്ല് ചെയ്യണം. ഞങ്ങൾ പേനൊക്കെ വേണ്ടി തപ്പി കിടക്കുകയാണ്. പിന്നെ വിജിൽ അവൻ നൈസായിട്ട് തേച്ചിട്ട് പോയി. അവൻ ഇവിടം വരെ വന്നതാണ്. എന്നിട്ട് നൈസായിട്ട് ഇപ്പോൾ മെസ്സേജ് അയച്ചേക്കണം. അവൻ തലവേദന എടുക്കണം, ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട്. എന്താ സംഭവം പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ ഇവിടെ തിരക്കണ്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ തിരക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അതുകൊണ്ടിട്ടാണോ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ആദ്യം ഇത് ഫില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ വിളിക്കാം. എൻ്റെ 123, ഇവൻ്റെ 125. അപ്പോൾ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും ടൈമുണ്ട്, ഇഷ്ടംപോലെ ടൈമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല മഴ കിട്ടി. അവിടെ പകുതിക്ക് വെച്ച് ഞങ്ങളൊരു ബിൽഡിങ്ങിൽ കയറി നിൽക്കണേ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മഴ തുറന്നിട്ട് നൈസായിട്ട് ചായ കുടിച്ചിട്ട് പിന്നെ അവിടെ പോയി വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. എന്നാലും വിജിലിന് എന്ത് പറ്റിയെന്നാണ് എൻ്റെ ഡൗട്ട്. അവൻ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഫ്രണ്ട് വരെ എത്തിയ ആൾ. എന്നിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ ഞാനത് ഫോം മേടിക്കാനൊക്കെ ആയിട്ട് മുകളിലാണ് പരിപാടി നടക്കണം. അപ്പോൾ മുകളിൽ ചെന്നപ്പോഴത്തേക്കും അവൻ വിളിച്ചിട്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ച് താഴത്തെത്തി വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കാം, ഞാൻ പോണേണ്, വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. തലവേദന എന്നൊക്കെ പറഞ്ഞു. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം. അതിലെന്താ ചോദിച്ചു നോക്കാം. അവൻ വിളിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇനി അജൂപ്പം വരാനുണ്ട്. പക്ഷെ അവൻ ഇനി എപ്പോഴാണ് വന്നതെന്ന് പറയാം. 10 മണിയെന്നാണ് പറഞ്ഞത്. അവൻ വരുമോ നോക്കട്ടെ. ഇപ്പം ഞങ്ങളുടെ ഒപ്പം വേറെ 2 പേര്, ഇവൻ്റെ ഫ്രണ്ട്സ് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മഴ പെയ്തപ്പോൾ അവർ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി നിന്ന് അവരെ റെയിൻ കോട്ടിട്ട് അവർ ചായ പിടിക്കാൻ പോയി. ഞങ്ങളുടെ റെയിൻ കോട്ടില്ല. ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാം കഴിച്ച്. അപ്പം മഴയൊക്കെ ഒതുങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ പോയി അടുത്ത ഒരു ചെറിയൊരു ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ചു. എന്നുവെച്ചാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ കടയും ക്ലോസാണ്. രാവിലെ ഫുഡ് കഴിക്കാതെ ക്ഷീണമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നേരത്തെ വന്ന വിഷയമൊന്നുമല്ല. ഇപ്പം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. എന്തായാലും 100-150 ഞങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ ഭാഗ്യം. എനിക്ക് തോന്നുന്നു ചെറിയൊരു അബദ്ധം പറ്റി. എനിക്ക് ഇത്തിരി നേരത്തെ ഞാൻ എന്തായാലും 7 മണിക്ക് എത്തിയതായിരുന്നു. പക്ഷെ ആ സമയത്ത് വന്നിട്ട് ആ നമ്പറൊന്ന് രജിസ്റ്റർ ചെയ്തതിന് ചിലപ്പോൾ 100-നൊക്കെ താഴെ കിട്ടിയാനേ. പക്ഷെ ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അതാ പറ്റിപ്പോയത്. കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരും വെയിറ്റിംഗ് ആണ്. എന്തോ. അപ്പോൾ ഓഡിഷൻ കഴിഞ്ഞു. ഞാനിങ്ങനെ ഇറങ്ങി. റോഷൻ എന്നെക്കാളും മുന്നേ ഓടി. അവന് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. അവന് അലക്കാനും നനക്കാനും ഉണക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പോയി.